ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു, കട്ട് ചെയ്ത് പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ തുടങ്ങി, ഞാൻ വേർത്ത് കുളിച്ച് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക്, അപ്പോൾ നിങ്ങൾ കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ഒന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഗിഫ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കില്ലേ, ആ ഗിഫ്റ്റ് ആൾക്ക് എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ആ സമ്മാനം എങ്ങനെയാണ് സമ്മാനമാകുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇടാനുള്ള കാരണം ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇന്ന് വീഡിയോ ഇടണം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വീഡിയോ ആണ് നമ്മൾ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് ഇന്നത്തെ കാലത്തൊക്കെ കുറച്ച് കുറവാണ്. കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ അപൂർവമായിട്ടാണ് ആൾക്കാർ കൊടുക്കുന്നത്. പണ്ട് ഒരുപാട് കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ ഒരു വീട് ഹൗസ് വാമിങ്ങിന്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ചില കാര്യങ്ങൾക്ക്, ഇങ്ങനെ കുട്ടികൾ വലുതായ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് തോന്നുന്നു ഇപ്പം ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കും ഒരുപാട് അനുഭവം, എപ്പോഴും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എനിക്ക് തിരിച്ചു നൽകുന്ന കിട്ടിയ പോലെയൊന്നും ഞാൻ വിചാരിക്കാറില്ല. അപ്പോൾ എൻ്റെ അനുഭവം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ ഓരോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു സമ്മാനമാവുന്നത്, കൊടുക്കുന്ന ഗിഫ്റ്റ് ആ വ്യക്തിക്ക് ഇഷ്ടമാവുന്ന തരത്തിലായെങ്കിൽ മാത്രമേ ആ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ആ സമ്മാനം ഒരു സമ്മാനമായി അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായി അവർക്ക് സന്തോഷമാകുകയുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടത് കൊടുത്താലേ അവർക്ക് ആവശ്യത്തിന് ഉപകരിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ വെറുതെ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ നമ്മളുടെ കയ്യിൽ ഡംപ് ചെയ്തിരിക്കുന്ന ഒരു സമ്മാനം ഒരാൾക്ക് എല്ലാവരും നൽകുന്ന രീതിയിൽ അതൊന്ന് ഗിഫ്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഉണ്ടാവും, അല്ലേ? അപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ സമ്മാനമാണെങ്കിലും, ഇപ്പം നമുക്ക് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്കത് ക്യാഷായിട്ട് കൊടുക്കാൻ ഷെയിമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ അതിലും മെച്ചപ്പെട്ട ഒരു ഗിഫ്റ്റായിട്ട് നമ്മളത് കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പല നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓരോ തരത്തിലായിരിക്കും, അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഗിഫ്റ്റുകൾ പഴയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എല്ലാവരും കൊടുക്കുന്നതിനൊപ്പം നമ്മൾ അവരുടെ തലയിൽ കെട്ടിവെക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉപാധിയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ നമുക്കത് പ്രസൻറ്റേഷൻ കൊടുക്കണം. എൻ്റെ കയ്യിൽ ആ ഒരു സാധനം അവിടെ കിടപ്പുണ്ട്, അപ്പോൾ അതിനെ നമ്മൾ ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് അതിനെ ഒന്ന് ഇതാക്കിയിട്ട് അതങ്ങോട്ട് അവരുടെ തലയിൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അല്ലേ? അപ്പം നമുക്കത് അവിടെ കിടക്കുകയാണ് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചെയ്യരുത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം, പക്ഷെ ആ സാധനം അവർക്ക് ഉപകരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. ഒത്തിരി പേര് അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് അവർ സങ്കടം പറഞ്ഞിട്ട് ആ ഗിഫ്റ്റിനെ എടുത്ത് ആർക്കെങ്കിലുമൊക്കെ വെറുതെയും ഒക്കെ കൊടുത്തിട്ട് അവരെ പ്രായിക്കൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ നിത്യജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. അറിയാത്തവർ ക്ഷമിക്കുക കേട്ടോ. എന്തായാലും അറിയാത്തവരും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ ഒരു ആൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ച് കിട്ടണം വിചാരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്, അതായത് ഒരു ആർക്കായാലും നമ്മളുടെ കയ്യിലുള്ള തുച്ഛമായ പൈസയായാലും മതി. ഞാൻ ഗിഫ്റ്റിൻ്റെ കാര്യം ആദ്യം പറയാം. പ്രസൻറ്റേഷൻ കൊടുക്കുന്നവർ ഇങ്ങനെ നമ്മളുടെ കയ്യിലുള്ള തുച്ഛമായ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ നല്ലത്, അതായത് നല്ലത് പറയുമ്പോൾ അവരുടെ അടുത്തൊന്നും ചോദിക്കണ്ട. നമുക്ക് അവരുടെ വീടുകളിലൊക്കെ പോകുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ അറിയാമല്ലോ അവർക്ക് എന്ത് വേണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇന്നത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഉപകരിക്കും എന്ന രീതിയിൽ നമ്മളൊരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ളത് അവർക്ക് ഉപകരിക്കുമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഗിഫ്റ്റ് അവർക്ക് സമ്മാനിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാവും, ആ ഗിഫ്റ്റ് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര നമ്മളൊരു ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ ഭയങ്കര ആകാംക്ഷയോട് കൂടിയാണ് നമ്മൾ തുറന്നു നോക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ തുറന്നു നോക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാകുകയാണെങ്കിൽ അവരുടെ മനസ്സ് നല്ലൊരു സന്തോഷമുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്താവും, അവിടെ വെച്ച് തന്നെ അവർ പ്രാകാൻ തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം ഒരു ഡംപ് ചെയ്ത് ഒരു മൂലയിൽ പോയി അവിടെ കിടക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ അതായത് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോഴാണ് അത് ആ ഗിഫ്റ്റിനൊരു സത്യസന്ധത തോന്നുന്നത്. അവർക്കും തോന്നും, നമുക്കും സത്യസന്ധത തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഗിഫ്റ്റിന് നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റേഷനായിട്ട് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ ഒരു യൂസും ഇല്ലാതെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നല്ലോ വിചാരിച്ചിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങുകയാണെങ്കിലും ശരി, എല്ലാവരും നൽകുന്ന പോലെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തേക്കാന്നുള്ള രീതിയിൽ ഒരു യൂസും ഇല്ലാതെ നിങ്ങൾ കൊടുക്കരുത് കേട്ടോ, ദയവായി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാഷിന് നമുക്കറിയാമല്ലോ അവർക്ക് ക്യാഷിനാണ് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷായിട്ട് പാരിതോഷികങ്ങൾ നൽകുന്നത് നല്ലതാണ്. ചിലപ്പോൾ പാരിതോഷികം നൽകുമ്പോൾ നമ്മൾ കുറച്ച് പൈസയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് മാക്സിമം എല്ലാവരും ഗിഫ്റ്റായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് നൽകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗിഫ്റ്റായിട്ട് അവർക്ക് ഉപകാരം, അവരുടെ മനസ്സറിഞ്ഞും അവരുടെ സന്തോഷം, അവരുടെ മനസ്സറിഞ്ഞിട്ട് ആവശ്യവും അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഗിഫ്റ്റ് സമ്മാനിക്കാൻ. അങ്ങനെയാകുമ്പോൾ അവർക്ക് അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. അവർക്കും നമ്മളോട് അവർക്ക് സന്തോഷം ഉണ്ടാവും, നമ്മളോട് ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ഗിഫ്റ്റ് നൽകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നല്ല രീതിയിലാവുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടില്ല, അവർക്കും ബുദ്ധിമുട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, നമ്മളിങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മൂലയിൽ അവിടെ ഇരിക്കുകയും ചെയ്യും. അവർക്കൊരു ബാധ്യതയായിട്ട് നമുക്കും എന്തെങ്കിലും അങ്ങനെയുള്ള മനസ്സുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് തിരിച്ച് നൽകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും ഒരു ബാധ്യതയാവും അല്ലേ. അവരിങ്ങനെ ഒരു യൂസ് ഇല്ലാത്തത് തന്നു, അപ്പോൾ അതുപോലെയാണല്ലോ നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ എടുത്ത് പറയുന്നത്, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന ആളുടെ മനസ്സും ആവശ്യവും അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. ഒരിക്കലും നിങ്ങൾ എല്ലാവരും നൽകുന്ന പോലെ ഗിഫ്റ്റ് ഒരിക്കലും ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെക്കരുത് കേട്ടോ. ഇത് നമ്മളുടെ നിത്യജീവിതത്തിൽ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. എങ്ങനെയായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അപ്പോൾ കല്യാണത്തിനൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും നമ്മൾ ഈ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചടങ്ങുകൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലും എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ ആലോചിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോർ ഡെക്കർ പോലെയുള്ള സാധനങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ നിങ്ങൾക്ക് അത് പൈസയും കുറവായിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പ്രസൻറ്റേഷനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ മാക്സിമം ചെയ്യുക. അപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആയതുകൊണ്ട് ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പിൽ കൂടി ഒരു ഞങ്ങളൊക്കെ സംസാരിച്ച ഒരു വിഷയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാവർക്കും ഇപ്പോൾ ഈ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അപാകതയോ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരുപാട് പേർക്ക് എന്നാൽ കഴിയുന്ന ഗിഫ്റ്റുകൾ അറിഞ്ഞിട്ട് തന്നെയാണ് ആവശ്യവും പാരിതോഷികം ക്യാഷായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പ്രസൻറ്റേഷനായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കെട്ടിക്കിടക്കുന്ന ഒരുപാട് സാധനങ്ങൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആർക്കും. അത് ഞാൻ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് വെറുതെ കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നല്ലാതെ ഞാൻ എല്ലാവർക്കും അവർ എന്നെ കാണുമ്പോൾ പറയും നല്ല യൂസായിരുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അവരറിയാതെ തന്നെ അവരറിഞ്ഞ് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ക്യാഷാണെങ്കിൽ ക്യാഷായിട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുക.
ചിലർക്ക് ക്യാഷിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെറുതെ ചില സന്ദർഭങ്ങളിൽ വെറുതെ പോകാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ്. ഡോർ ഡെക്കർ പോലെയുള്ള സാധനം എന്നോട് ആരോ ചോദിച്ചു, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് വാങ്ങിച്ചോട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് കണ്ടിട്ടുള്ളതാണ് ഒരുപാട് പേര് ഡോർ ഡെക്കർ ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, കുഞ്ഞു റേറ്റും കുറവാണ്, നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്, ഈ ഡംപ് ചെയ്ത ഗിഫ്റ്റൊന്നും നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒരിക്കലും ഒരു ആത്മാർത്ഥതയോടുകൂടി അവർക്ക് ഇഷ്ടപ്പെടുകയില്ല, സ്വീകരിക്കുകയില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു, അപ്പോൾ ഒന്നും മറന്നുപോയി. അപ്പോൾ കുഞ്ഞു കാര്യമാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ദയവേത് നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് തിരിച്ചു കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും സമ്മാനം കൊടുക്കരുത് കേട്ടോ. അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു സത്യസന്ധതയോടുകൂടിയുള്ള കൊടുക്കൽ അല്ല. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഞാൻ വീഡിയോ കാണുമ്പോഴാണ് എൻ്റെ മുടിയൊക്കെ നരച്ചു വരുന്നു തോന്നുന്നത്. ആ കണ്ട മരിച്ചതാണോ ഇനി ഗ്ലയർ വെയിലടിച്ചിട്ടാണോ? പക്ഷെ എന്തായാലും ഉള്ളിൽ 2-3 മുടിയൊക്കെ എനിക്ക് നരച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ ഹെയർ പാക്ക് ഈ നീലാംബരി അങ്ങനെയൊക്കെ വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ തിളങ്ങിയപ്പോൾ കാണിച്ചതാണ്. ഓക്കെ, ബൈ, ടാറ്റ. അപ്പോൾ വേറെന്തോ പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു മോജോ എങ്കിലും കമൻ്റായിട്ടിടുക. എൻ്റെ ഒരു ഫ്രണ്ട്, ഈ സബ്സ്ക്രൈബർ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഡെയിലി ആ കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ബിഗ് താങ്ക്സ് ഉമ്മ. പിന്നെ എന്താണ്, വണ്ടർഫുൾ മ്യൂസിക് വേൾഡ് എന്നാണ് ആ കുട്ടിയുടെ. അവർ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ഞാനും കാണാറുണ്ട് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ വീഡിയോ ഇടുന്നത്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല വീഡിയോ ആണ് കേട്ടോ, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. മ്യൂസിക്കിൻ്റെ വണ്ടർഫുൾ മ്യൂസിക് വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കും. ആ കുട്ടി പറഞ്ഞിട്ട് ഒന്നുമല്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത്. അപ്പം ഞാനും അതുപോലെ നമ്മളുടെ ഒരു കുടുംബത്തിലെ എൻ്റെ കൂടപ്പറപ്പ് പോലെയാണ് ഞാനും സ്നേഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ, ടാറ്റ.